dos, tres. Uno, dos, tres. Uno, dos, tres. Uno, tres. Uno, dos, tres. Uno, tres. Uno, dos, tres. Uno. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ഉഷാറായി എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പോണത് വാദി ബിൻ ഖാലിദ് എന്ന് പറഞ്ഞൊരു വാദിയിലേക്കാണ്. ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫാമിലിയോടൊപ്പമാണ് പോണത്. അപ്പോൾ ഈ നട്ടപ്പാറ വെയിലത്ത് എന്തുകൊണ്ട് വാദി ചൂസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വാദിയുടെ വെള്ളം ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഇവിടെയൊക്കെ ഇവിടുത്തെ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഒരുവിധം ഇവിടെയുള്ള ഇപ്പോൾ നമ്മൾ 2 കൊല്ലം മുന്നേ വാദി സുമത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതും ഈ ഏരിയ തന്നെയായിരുന്നു. അവിടുത്തെ വെള്ളം ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഇതും അതേപോലെ തണുപ്പാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പോവാം. മസ്കറ്റിൽ നിന്ന് ഒരു 260 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇങ്ങോട്ട് ഡ്രൈവ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു. ബാക്കി അടുത്ത് കാണിക്കും. വാദി എത്തുന്നവരെ ഇതേപോലെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇതെല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. മീനുകളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. വാദിയിൽ അത്യാവശ്യം ഇപ്പോൾ വെള്ളം കുറവാണ്, എന്നിരുന്നാൽ പോലും നല്ല ആഴമുണ്ട്, അത്യാവശ്യം ആഴമുണ്ട്. നീന്താൻ അറിയാത്തവരൊക്കെ പോയി കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. ആക്ച്വലി ഗൈസ്, നല്ല മഴക്കാലത്തൊക്കെ ഇവിടെ വെള്ളം ഉണ്ടാവും. ആക്ച്വലി ഇതാ ഈ പോർഷൻ, ഈ ഒരു ലൈൻ ഉണ്ടല്ലേ, ഇതുവരെ വെള്ളം ഉണ്ടാവും. ഈ വാദി മൊത്തം കംപ്ലീറ്റ് അങ്ങനെ വെള്ളം ഉണ്ടാവും മഴക്കാലത്ത്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുള്ളൂ. പക്ഷേ ഇവിടെ നിന്നൊരു പകുതി കഴിഞ്ഞാൽ ഭയങ്കര കുണ്ടാണ്. You know just what you do to me. Play my emotions like a hurricane. Little by the blood of you, my heart's cold and tore. Please go easy on me, baby. Send message after message, forward my call. Next day you hit me back like nothing happened. What about all the things that you used to say to me? No, I wouldn't do that. You know, I wouldn't treat you that way. മൂന്ന് 2 അവിടെ അടുത്താണ്. എത്ര എറിഞ്ഞ I am ready. നീന്താൻ അറിയാത്തതുകൊണ്ട് ഞാനിതാ ടോപ്പിലാണ് നിൽക്കുന്നത്. ടോപ്പ് വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില വെള്ളത്തിലൊക്കെ വെച്ച് വൈബ് ആസ്വദിക്കാൻ പോകും. നമ്മളെ കൊണ്ട് പതുക്കെ നീന്താൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു ഗൈസ്. പക്ഷേ നല്ല പേടിയാണ് ഗൈസ്. അടിയിലേക്ക് ഇറങ്ങാൻ വന്ന വഴി മറന്നുപോയി. വന്ന വഴി മറക്കരുത് എന്നതുകൊണ്ടാണ്. വന്ന വഴി കാണാല്ലേ, എങ്ങനെ അടിയിലേക്ക് ഇറങ്ങാൻ കുറച്ചാണ്. അതല്ലേ ഞാനീ ചെയ്ത് ഈ പാറി ആ പാറി. അങ്ങനെ വാദിത്തെ പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഈ മാവ് കാണുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മാവും തെങ്ങും വാഴയൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ മാങ്ങ പറിക്കാനാണ് ആ 2 പേര് അങ്ങോട്ട് പോകുന്നത്. ഒന്ന് നമ്മുടെ ഡാഡി തന്നെ. അങ്ങനെ മാങ്ങൊക്കെ എടുത്ത് വരുന്ന വഴിക്കാണ്
ഇയാളെ കാണുന്നത്. ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ഒമാനിയാണ്. അപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സെക്കൻഡ് അവൻ ടൈം കൊടുക്കണം. അങ്ങനെ അവൻ അവിടെ മാവുണ്ട്, വാഴയുണ്ട്, അപ്പുറത്ത് കല്യാണമുണ്ട് എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ ക്യാമറയിൽ വരാൻ വേണ്ടിയിട്ട് ആൾ കുറേ എത്തി നോക്കി. അപ്പോൾ ഞാൻ ആളുടെ വീഡിയോ എടുത്തപ്പോൾ അവൻ കുറച്ച് ഷൈ ആയി. മാങ്ങ കിട്ടിയാ? രസമുണ്ടോ? നാട്ടിലെ വളരെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ പച്ചപ്പ് ഹരിതാപം. Chasing waterfalls. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിയാറായി. നല്ല ഇവിടെ ചൂടില്ല കേട്ടോ, ഇവിടെ ചൂടുമില്ല, ഹ്യൂമിഡിറ്റി ഇല്ല, നല്ല തണുത്ത കാറ്റാണ്. ഈ പറഞ്ഞ പോലെ നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് അത്രയും ഒരു ഉഷ്ണമോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യണില്ല. അപ്പോൾ ഒരു മാങ്ങ കിട്ടിയിട്ട് ആ മാങ്ങ അത് ആൾ കൊടുത്തു. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ 2 മനസ്സുണ്ടായിരുന്നു, കൊടുക്കണമെന്നുണ്ടായിരുന്നു. കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ 2-3 പേര് കഴിച്ച സാധനമായിരുന്നു, ഇനി ബാക്കി കൊടുക്കണ്ടേന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് കൊടുത്തു. ആളത് കഴിക്കുകയും ചെയ്തു. കഴിച്ചിട്ട് പിന്നെ ആൾ പോയി. പിന്നെ ആളൊരു പേരില്ല. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ. ഇന്നത്തേത് എൻജോയ് ചെയ്തു. ഇനി ഇന്ന് ഷൂട്ടുണ്ട്. നാളത്തോടു കൂടി ഈദ് ഹോളിഡേ തീരും. നാളെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച മുതൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ പരിപാടിയാക്കുമ്പോൾ നാളെയും ബ്ലോഗ് എടുക്കുന്നതായിരിക്കും. അതുവരെയും ബൈ.